ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതിന് മുമ്പായിരിക്കും ഇഞ്ചിയൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇഞ്ചിയൊക്കെ ഒന്ന് വെട്ടി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് അത് അരച്ച് അതൊക്കെ എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ നമ്മളിത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ്, അതായത് ചിക്കൻ കറിയിലേക്ക് ആയിരിക്കും, ചിക്കൻ കറി പോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് മുൻകൂട്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കി വെക്കാം. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ആക്കി വെക്കണേ. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പൊ ഈ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുന്നതിന് ഒരു അളവുണ്ട്. ഇഞ്ചി എടുക്കുന്നതിനേക്കാൾ ഇരട്ടിയായിരിക്കണം വെളുത്തുള്ളി എടുക്കുന്നത്. അരക്കപ്പോളം ഇഞ്ചി എടുത്തു കഴിഞ്ഞാൽ ഒരു കപ്പോളം വെളുത്തുള്ളി എന്തായാലും ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഇത് തൊലിച്ച് കഴുകി അത് നന്നായിട്ട് അതിന്റെ ഈർപ്പൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളത് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി എടുക്കാനുള്ളത്. ഇനി വെള്ള ഈർപ്പൊന്നും ഇല്ലാതെ തുടച്ചെടുത്തൊരു മിക്സിയുടെ ജാർ എടുക്കുവാണ്. അതിനകത്തേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അതുപോലെ തൊലിച്ച് വെച്ച് ഈർപ്പൊന്നെല്ലാം കളഞ്ഞ വെളുത്തുള്ളിയും കൂടി അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടതാണ് മഞ്ഞൾപ്പൊടി. അപ്പൊ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് ചതക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ച് എടുക്കാവുന്നതാണ്. ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത് റിഫൈൻഡ് ഓയിൽ ആണ്. വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. റിഫൈൻഡ് ഓയിലും മഞ്ഞളും ഉപ്പുമാണ് ഇത് കേടുകൂടാതെ 3-4 ആഴ്ച ഫ്രിഡ്ജിൽ ഇരിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഇതിന് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ക്രീമി ആയിട്ട് അരച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒരു 3-4 ആഴ്ച നമുക്ക് ഫ്രീസറിലോ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫുഡിനൊക്കെ ഇത് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. എന്തിനാണ് സ്പോട്ടിൽ നമ്മൾ തയ്യാറാക്കുന്നത്? മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് നമ്മുടെ ഫുഡ് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ആയി നമ്മുടെ മുമ്പിൽ എത്തും. നമ്മുടെ ജോലി എളുപ്പം. അപ്പൊ ഇത് നല്ല നനവൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലേക്ക് മാറ്റി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ആക്കിയിട്ടേക്കണേ. അപ്പം ബൈ ബൈ.